ചെയ്തെന്നറിയോ? ഐ ലവ് യു മധു. ഐ മിസ് യു സോ മച്ച്. മധു. നിരഞ്ജനേട്ടാ, എന്താ ഈ കാണിക്കുന്നേ? കുക്കു, നീ? ഡോക്ടർ എന്താ ഈ കാണിച്ചേ? അത് കുക്കു, ഞാൻ മധു. എന്താ അത് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇയാളെ ഭക്ഷണം കഴിക്കാൻ അവിടെ എല്ലാരും വിളിക്കുന്നുണ്ട്. എനിക്ക് വിശക്കുമ്പോ ഞാൻ വന്ന് കഴിച്ചോളാം. നീ പൊയ്ക്കോ. അതിന് നിങ്ങൾ എന്തിനാ മനുഷ്യ എന്നോട് ചാടിക്കടിക്കുന്നത്? ഇതൊന്നും ഇങ്ങോട്ട് വേണ്ട, ചെന്നാ മീനാച്ചിയോട് കാണിക്കും. എന്റെ കാര്യം എന്ത് വേണോന്ന് ഞാൻ തീരുമാനിച്ചോളാം. അയ്യോ, തീരുമാനിച്ചോ? ആര് പറഞ്ഞു വേണ്ടെന്ന്? ഞാനും കുറച്ച് തീരുമാനം എടുക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നടന്നത് പറയണോ വേണ്ടതെന്ന്. എന്ത്? ആഹാ, ഇത്ര പെട്ടെന്ന് മറന്നോ എന്നെ ഇപ്പൊ കിസ് ചെയ്തത്? അയ്യോ, അത് ഞാൻ അറിയാണ്ട് ആ സമയത്ത് അവളാന്ന് കരുതി. ഇനി കിടന്ന് ഉരുളണ്ട. എനിക്ക് മനസ്സിലായല്ല, താനൊരു ജെന്റൽമാൻ ആണെന്നാ കരുതിയത്. ഇപ്പൊ മനസ്സിലായി താനൊരു ഉമ്മച്ചനാണെന്ന്. പിന്നെ നിനക്ക് കോപ്പം മനസ്സിലായി? ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? മനുഷ്യന്റെ സ്വസ്ഥത കളയാനായിട്ട് കേറി വന്നോളൂ. അതെ, പോണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അയ്യടാ, എന്നെ കെട്ടോടടിക്കാൻ വന്നേക്കുന്നു. കുക്കു, ഞാൻ ആകെ നിലതെറ്റി നിക്കോ. അതിന്റെ ഇടയിലാ അവളുടെ ഒരു കിന്നാരം. നിലതെറ്റാൻ എന്താ ഇരിക്കുന്നു? ഇത് 2ാം നില, താഴെ 1ാം നില. ഓ, ഇവളെ കൊണ്ട്. ഡീ മാഗ്രി, നിന്റെ മറ്റവനില്ലേ ആ സിദ്ധാർത്ഥ്, ചെല്ല് അവന്റെ അടുത്ത് ചെന്ന് കൊഞ്ചി കൊഴിഞ്ഞ് നിക്ക്. എന്നെ ഒന്ന് വെറുതെ വിട്. ഓ, പറയുന്ന കേട്ടാ തോന്നുന്നു ഞാൻ നിങ്ങൾ എവിടെ പിടിച്ചു വെച്ചേക്കുവാണെന്ന്. പിന്നെ അവരൊക്കെ പോയി. പോയോ? സമയം എത്രയായോ? സന്ധ്യ ആവാറായി. അപ്പോഴാ അങ്ങേരുടെ ഒരു സമയം നോക്കല്. ഇങ്ങ് വാ മനുഷ്യ, വന്ന് വല്ലതും കഴിക്കും. ഇയാള് കഴിക്കാത്തത് കൊണ്ട് അങ്കിളും ആന്റി പിന്നെ നിങ്ങളുടെ മറ്റേ എല്ലാ മീനാച്ചി ഒന്നും കഴിച്ചിട്ടില്ല. നീ കഴിച്ചോ? ഞാൻ കഴിച്ചു. സിദ്ധാർത്ഥേട്ടൻ നിർബന്ധിച്ച് കഴിപ്പിച്ചു. നിർബന്ധിച്ച് കഴിപ്പിക്കാൻ നീ ആര്? LKG സ്റ്റുഡന്റോ? അല്ല, UKG സ്റ്റുഡന്റ്. ഒന്ന് പോടോ തേപ്പിസ്റ്റേ. നിക്കടി അവിടെ. അറിയാതെ പിന്നെ വിളിച്ചുപോയി. എന്നെ ഇയാളെന്ന് കൊല്ലും. ഈശ്വര, ഇത് കടിക്കൂ. ഞാനില്ലടി, നീയാ തേപ്പിസ്റ്റ്. നീയാടി കണ്ടവന്മാരുടെ കൂടെ കണ്ട ഹോട്ടലിലും വീട്ടിലും അഴിഞ്ഞാടി നടക്കുന്നത്. കൂടുതൽ എന്റെ തലേ കയറാൻ വന്നോണ്ടല്ലോ എല്ലാരോടും എല്ലാം പറഞ്ഞ് മകളുടെ ഹോട്ടൽ റൂമിലെ ലീലാവിലാസങ്ങൾ. നിന്നെയൊക്കെ സ്നേഹിക്കാൻ ഒരുത്തൻ, കൊണ്ടു നടക്കാൻ വേറൊരുത്തൻ. സമ്മതിക്കണം നിന്നെ. അനാവശ്യം പറയരുത്. നിനക്ക് കാണിക്കാം. എനിക്ക് പറഞ്ഞൂടാ അല്ലേ? ഞാൻ എന്ത് കാണിച്ചു താൻ ഈ കിടന്ന് പറയുന്നത്? ഇനിയും ഞാനത് പറയണോ? ഓർക്കുമ്പോ തന്നെ അറപ്പാ. മിസ്റ്റർ ഡോക്ടർ, എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തില് എന്റെ നിവൃത്തികേട് കൊണ്ട് അവിടെ അയാളെ കാണാൻ എനിക്ക് പോകേണ്ടി വന്നു. അല്ലാണ്ട് ഞാനും അയാളും തമ്മിൽ ഒരു ബന്ധവുമില്ല. താൻ വിചാരിക്കുന്ന പോലെ ഞാൻ വഴി പിഴച്ചു പോയിട്ടില്ല. നിനക്കെന്തിനും കുറെ ന്യായങ്ങളുണ്ടല്ലോ. എന്തായാലും എന്റെ കണ്ണ് അതെന്നെ ചതിക്കില്ല. നിന്ന് പ്രസംഗിക്കാതെ ഇറങ്ങിപ്പോടി. ഞാൻ പൊയ്ക്കോളാം. പക്ഷെ ഡോക്ടർ കുറിച്ചു വെച്ചോ, എന്തെങ്കിലും ഒരു കാലത്ത് സത്യങ്ങൾ നിങ്ങൾ അറിയുമ്പോ ഇപ്പൊ എന്നെ തള്ളിപ്പറഞ്ഞ, എന്നെ കുറ്റം പറഞ്ഞ ഈ നാവിനെ ഓർത്ത്, ഈ നിമിഷത്തെ ഓർത്ത് നിങ്ങൾ കരയും. അതിന് ഞാൻ തന്നെ സാക്ഷിയോ. ഇനി തന്നെ മുന്നിലേക്ക് ഈ കൃതിക വരില്ല ഒന്നിനും. അച്ഛന്റെ സുഹൃത്തിന്റെ മകൻ, അത്ര മാത്രമേ ഉള്ളൂ ഇനി ഞാൻ നിങ്ങൾ തമ്മിൽ. നിരഞ്ജ, എന്താ ഏട്ടാ? കുക്കു അവളെന്തിനാ കരഞ്ഞോണ്ട് പോയത്? എനിക്കറിയില്ല. നീ എന്തേലും പറഞ്ഞ് അവളെ കരയിപ്പിച്ചു കാണും. അല്ലേലും എപ്പോഴും അതിനെ എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിക്കാനും വഴക്ക് പറയാനല്ലേ നീ വാ തുറക്കുള്ളൂ. ഇനി ഏട്ടനോട് തുടങ്ങ്. ഇവള് നിങ്ങൾക്കൊക്കെ എന്ത് കൈവശം തന്നത് ഇങ്ങനെ അങ്ങ് തലയിൽ കയറ്റി വെക്കാനായിട്ട്? ഞങ്ങൾക്ക് അവള് കൈവശം ഒന്നും തന്നിട്ടില്ല. അവളെ ഞങ്ങൾക്കറിയാവുന്നതിന്റെ 10% പോലും നിനക്കറിയില്ല. അതാ വ്യത്യാസം. അയ്യോ, അറിഞ്ഞെടുത്തോളം എനിക്ക് മതിയായി. നിരഞ്ജ, നീ ഇപ്പൊ ചിന്തിക്കുന്നത് ഏത് രീതിയിലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പറയാം, മണ്ണിനെയും പെണ്ണിനെയും പിഞ്ചിനെയും വേദനിപ്പിച്ചവര് ഒന്നിലും ഗതി പിടിച്ചിട്ടില്ല. ഇത്രയൊക്കെ അവക്ക് വേണ്ടി വാദിക്കാനായിട്ട് എന്ത് സ്പെഷ്യാലിറ്റി അവക്കുള്ളത്? സ്പെഷ്യാലിറ്റി അത് നീ തന്നെ ചോദിക്കണോടാ. നിന്റെ പ്രാണനായിട്ട് നീ എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരുത്തിയില്ലേ, അവക്ക് മുന്നേ നീ അറിഞ്ഞ പെണ്ണ അവളാടാ ഇപ്പൊ ഇവിടെ നിന്ന് കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോയത്. നിന്റെ വിരലിൽ തൂങ്ങി നടന്ന് നിന്നോട് ഒട്ടി നടന്ന് കിന്നാരം പറഞ്ഞൊരു പെണ്ണുണ്ട്. അതുപോലെ അവളെ ഒരു ദിവസം കണ്ടില്ലേല് ഒന്ന് മിണ്ടിയില്ലേല് ഭ്രാന്ത് പിടിക്കാൻ പാകത്തിന് ടെമ്പർ തെറ്റി നടന്നൊരു പയ്യനുണ്ട്, കുക്കു. അവള് നിനക്ക് ആരായിരുന്നു എന്ന് സമയം കിട്ടുമ്പോ മോൻ ഇരുന്നെന്ന് ആലോചിക്ക്. ഇപ്പൊ നീ കഴിക്കാൻ വാ. പറഞ്ഞതൊക്കെ ഒരല്പം കൂടിപ്പോയല്ലേ? ചെയ്യാത്ത തെറ്റിന്റെ പേരിലല്ലേ ഡോക്ടർ നിങ്ങൾ എന്നെ ഇത്രയൊക്കെ വേദനിപ്പിക്കണമായിരുന്നു? ഒന്നുമില്ലേലും കുറെ നാള് കിച്ചേട്ടാന്ന് വിളിച്ച് പിന്നാലെ നടന്നതല്ലേ?
ചേട്ടന്റെ കുക്കുപ്പെണ്ണ് ചീത്തയാണെന്ന് ചിന്തിക്കാൻ മാത്രം ഞാൻ ആ മനസ്സിൽ അത്രയും ചെറുതായി പോയോ? ഞാനിപ്പോ എന്തിനാ നാണിച്ചേ? അയ്യേ കുക്കു, നീ എന്ത് ആലോചിക്കുന്നേ? പോകാൻ പറ അയാളോട്, ആ വിട്ടുപോത്തനോട്. ആ പോത്തിന്റെ കാര്യം ഓർത്തപ്പോഴാ ബീഫ് റോസ്റ്റ് ബാക്കിയുണ്ടോന്ന് പോയി നോക്കിയിട്ട് വരാം. നിരുപേട്ട, നിരഞ്ജൻ എവിടെ? ആ അവന്റെ കാര്യമല്ലേ, അവൻ വിശക്കുമ്പോ വന്നോളൂ. എന്താ ഏട്ടാ വഴക്കിട്ടോ നിങ്ങള് രണ്ടാളും? ഏയ് അതൊന്നുമില്ലടോ, താൻ ചെല്ല്. അങ്ങനെ ഇപ്പൊ പോകുന്നില്ല, ഇങ്ങ് വന്നേ. എങ്ങോട്ട്? ഇങ്ങോട്ട് വാ മനുഷ്യ. സ്മൃതി, താൻ ഇത് എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? കൊല്ലാനൊന്നും കൊണ്ടുപോകുന്ന അല്ല മാഷേ, ഇങ്ങ് വാ. ഇനി പറ, എന്താ ഉണ്ടായേ? നിരഞ്ജൻ, അവൻ എന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ല സ്മൃതി. ചില സമയത്ത് അവന്റെ സ്വഭാവം കാണുമ്പം എനിക്ക് തോന്നും കുക്കുവിനോട് അവൻ എന്തോ വൈരാഗ്യം ഉണ്ടെന്ന്. ചിലപ്പോൾ തോന്നും അവളോട് അവൻ ഇഷ്ടമാണെന്ന്, ചിലപ്പം കെയറിങ്. ഇപ്പൊ തന്നെ കുക്കുവിന് അവൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവൾ കരഞ്ഞോണ്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ആണോ? ദേ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. ആ ഇരുന്ന് പാലപ്പവും ബീഫ് റോസ്റ്റും തട്ടുന്ന നമ്മുടെ കുക്കുവിനെ പറ്റി തന്നെയാണോ ഏട്ടൻ ഈ പറഞ്ഞത്? ദൈവമേ, ഇതപ്പോ? ആ അത്രേ ഉള്ളൂ കുക്കു. അവളെ സ്മൃതിയല്ല, ആരെങ്കിലും എന്തേലും പറഞ്ഞ ഉടനെ അങ്ങ് വിഷമിക്ക. അതെ, കുക്കുവ, കൃതിക ജയകുമാർ. ഓഹോ, അതെനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഈ സ്മൃതി ജയകുമാർ ഇന്നു മുതൽ ഒഫീഷ്യലായി എൻ്റെ ടോപ്പ് പ്രയോറിറ്റി ആയ സ്ഥിതിക്ക് ഇനി ഈ കണ്ണു നേരെ ഞാൻ നോക്കിക്കോളാം കേട്ടോ. ആഹാ, അത് കൊള്ളാലോ. എൻ്റെ അല്ലേ? ആന്നേ. ഇനി ഈ സ്മൃതി ജയകുമാർ എന്നും ഡോക്ടർ നിരൂപ് ജീവന്റെ മാത്രം. ഇവിടെ പല്ലിയും പാറ്റയൊന്നും ഇല്ലല്ലോ, പിന്നെന്തു പറ്റി? അതെ, ഇടയ്ക്കിടയ്ക്ക് ചില മധുര സമ്മാനങ്ങൾ ആവാമെന്ന് എന്റെ ചെക്കനോട് പറഞ്ഞായിരുന്നു, അതുകൊണ്ടാ. ആണോ? എങ്കി ബോണസ് ആയിട്ട് എനിക്കൊരു മുത്തുകൗ കൂടി ആവാം. എന്തുവാ മുത്തുകൗ? ദാ ഇത്. ഇപ്പൊ എന്തായി ഇവിടെ? അതെ, കൂടുതൽ നേരം ഇപ്പൊ ഇങ്ങനെ നിക്കണ്ട. തീ പിടിച്ച് നിക്കുവാ ഞാൻ. അതിന്റെ കൂടെ പെട്രോള് പോലെ നീ ഇങ്ങനെ വന്നു നിന്നാലേ ഇത് ആളിക്കത്തുവേ. അയ്യേ, ഇങ്ങനൊരു മനുഷ്യൻ. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ശരിയാ, അന്വേഷിക്കുക അവര് നമ്മളെ. നിരഞ്ജ, ആ ഏട്ടത്തി. നീ കഴിച്ചായിരുന്നോ? പിന്നെ നിനക്ക് തലവേദന ഇപ്പൊ എങ്ങനെയുണ്ട്? ആ കുറവുണ്ട് ഏട്ടത്തി. ഇല്ല, ഞാൻ കഴിച്ചില്ല ഒന്നും. എങ്കി നീ വാ, ഇരിക്ക്. ഇവളിവിടെ ഉണ്ടായിരുന്നോ? കഴിക്കടാ. നീ എന്താ ഈ നോക്കിയിരിക്കുന്നേ? ആ ഏട്ടത്തി. നിരഞ്ജ, എന്താ ഏട്ടത്തി? നീയും കുക്കുമായിട്ട് എന്താ പ്രശ്നമെന്ന് എനിക്ക് അറിയില്ല, അറിയുകയും വേണ്ട. പക്ഷേ മറ്റാരവളെ വരത്താലും നീ അവളെ വരക്കരുത്, ഒരിക്കലും തള്ളി പറയരുത്. കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കിപ്പോ പറയാൻ പറ്റില്ല, എങ്കിലും നിന്റെ അറിവിലേക്കായിട്ട് പറയാ. കുക്കു ഇങ്ങനെ ആരെയും തോണ്ടി പിടിച്ച് വഴക്കുണ്ടാക്കുന്ന സ്വഭാവക്കാരിയല്ല. അങ്ങനെ അവൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിന്നോടാ. പിന്നെ അവൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളവരോട്, അവൾ ഒരുപാട് സ്നേഹിക്കുന്നവര് അവൾക്ക് വേണ്ട ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ അവളുടെ വിധം മാറും. നീ ഇവിടെ വന്നിട്ട് ഇതുവരെ അവളോടൊന്ന് സ്നേഹത്തോടെ സംസാരിച്ച് ഞങ്ങളാരും കേട്ടിട്ടില്ല. ഒന്നറിയാൻ ശ്രമിച്ചൂടെ നിനക്ക് എൻ്റെ കുക്കുവിനെ? ഒന്നില്ലേലും കൊച്ചുനാളിൽ നിന്റെ പിന്നാലെ നിന്റെ പേരും വിളിച്ച് ഈ കൈ തൂങ്ങി നടന്നതല്ലേ അവള്? സ്മൃതി, ഇങ്ങ് വന്നേ. ഡാ വരുന്ന കേട്ടാ. ഡാ നീ കഴിക്ക്. അപ്പോ കുക്കുവിന് എന്നോട് ഇഷ്ടമുണ്ടോ? ഭഗവാനെ, തീ ഞാൻ ഇട്ടിട്ടുണ്ട്. ആളിക്കത്താനുള്ള വക നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിരിക്കണേ. ഓ, ഒന്ന് നോക്കുന്നത് പോലും ഇല്ലല്ലോ ഇവിടെ. അതെങ്ങനെ? കനത്ത പോളിംഗ് അല്ലേ? ഹലോ കുക്കു മാഡം, കനത്ത പോളിംഗിലാണല്ലോ. ആ അജുവേട്ടാ, ഇതെന്താ ഇപ്പോഴാണോ വരുന്നത്? ഓ, ഈ മരപ്പട്ടിയോ? ഒന്നും പറയണ്ട കുക്കു, രാവിലെ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പോഴാ തിരിച്ചു പോകാനുള്ള ടിക്കറ്റിൽ എന്തൊക്കെ പ്രശ്നമെന്ന് പറഞ്ഞ് കമ്പനിയിൽ നിന്ന് വിളിച്ചത്.
പിന്നെ എല്ലാം ശരിയാക്കി വന്നപ്പോൾ ഉച്ചയായി. വൈകിപ്പോയെന്നറിയാം, എന്നാലും ഇരിക്കട്ടെ. കൺഗ്രാറ്റ്സ്. താങ്ക്സ് ഏട്ടാ. ഇതിപ്പോ എത്രാമത്തെ ട്രിപ്പാണ് മോളൂസേ? അത് സിദ്ധാർത്ഥേട്ടന്റെ കൂടെ ഒന്ന്, ചേച്ചിയുടെ നിരൂപേട്ടന്റെ കൂടെ ഒന്ന്, ഇതിപ്പോ മൂന്നാമത്തെ ട്രിപ്പ്. ഇനി അജുവേട്ടന്റെ കൂടെ വേണമല്ലോ ആവാം. ആഹാ, ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു മുത്തുമണിയെ? ഒന്നും കാണാനില്ലല്ലോ. ഒന്ന് പോയേട്ടാ. ഇവൻ എന്താ എവളോട് ഈ കിടന്ന് വളവള അടിക്കുന്നത്? അങ്ങോട്ട് പോയാലോ? പോയിട്ട് അവനോട് സംസാരിക്കുന്ന രീതിയിൽ അവളോടൊന്ന് സംസാരിച്ചാലോ? കൃതിക, ഫുഡ് കഴിച്ചിട്ട് വീട്ടിലോട്ട് വരാൻ പറഞ്ഞു സീമ അമ്മായി. ഞാൻ വന്നോളാം. കൊച്ചു കൊള്ളാലോ. ആരാ കുക്കു അത്? മോനെ, അങ്ങോട്ട് കൂടുതൽ സൂം ചെയ്യണ്ട, അത് ബുക്ക്ഡ് ആണ്. നിരൂപേട്ടന്റെ അമ്മാവന്റെ മോള മീനാക്ഷി. പിന്നെ നിരൂപേട്ടൻ കെട്ടാൻ പോകുന്ന കുട്ടിയാ. ഹലോ അർജുൻ. ഹലോ ഡോക്ടർ. അർജുൻ എപ്പോ വന്നു? അജുവേട്ട, നിങ്ങൾ സംസാരിക്കുക, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഈ കുരുപ്പ് പോയല്ലോ. ഒന്ന് മൈൻഡ് പോലും ചെയ്തില്ലല്ലോ. ഇനി ഇവന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ തലയൊരു. എങ്കിൽ ശരി ഡോക്ടർ, ഞാൻ സ്മൃതി വന്ന് കാണട്ടെ. ഓക്കെ. ഹലോ സ്മൃതി മോളെ, നമ്മളെ ഒന്ന് മൈൻഡ് ആക്കടോ. ഈ തേങ്ങാ തലേനോ. അജു, കൊള്ളാടാ നീ. ഇപ്പോഴാണോ വരുന്നത്? എന്ത് പറയാനാടി, രാവിലെ വരണോന്ന് വിചാരിച്ചതാ, ബട്ട് പറ്റിയില്ല. അതെന്തായാലും നന്നായി. എന്താ ഡോക്ടർ? ഒന്നുമില്ല, കഷ്ടായി പോയി എന്ന് പറഞ്ഞതാ. പിന്നെ ലേറ്റ് ആയി പോലും. നീ പണ്ടേ പഞ്ചായത്തിന്റെ കാര്യത്തിൽ മുന്നിലല്ലേ. നിരൂപേട്ടൻ അറിയോ? ഇവനോട് രാവിലെ 9:30 വരാൻ പറഞ്ഞ 12 മണിക്ക് നോക്കിയാൽ മതി. ഇതാണ് ഇവന്റെ കൃത്യനിഷ്ഠ. ഡി മതി. നീ നിന്റെ ഡോക്ടർ ചെക്കന്റെ മുന്നിൽ എന്നെ ഇങ്ങനെ കൊച്ചാക്കാതാ. അത് കൊള്ളാം. ഞാൻ സത്യമല്ലേ പറഞ്ഞത്? ഇവനെന്താ പോകാത്തത്? ചുമ്മാ വളവള സംസാരിക്കുകയാണല്ലോ. എന്റെ സ്മൃതി, പറയാതിരിക്കാൻ പറ്റുന്നില്ല. നീ ഈ ഡ്രസ്സിൽ സുന്ദരിയായിട്ടുണ്ട്. കണ്ണടിക്കാൻ തോന്നുന്നില്ല. ഇങ്ങനെ പോയാൽ മിക്കവാറും ഞാൻ അവന്റെ കണ്ണു കുത്തി പൊട്ടിക്കും. ഒന്ന് പോടാ അങ്ങോട്ട് കളിയാക്കാതെ. എടി, ഞാൻ സത്യം പറഞ്ഞതാ, അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ട്. പണ്ടേ നീ സുന്ദരി ആയിരുന്നു, ബട്ട് ഇപ്പൊ കുറച്ചുകൂടെ സൗന്ദര്യം കൂടി. ഈശ്വര, എനിക്ക് കൺട്രോൾ. ഇങ്ങനെ പോയാൽ ഞാൻ അവനെ തട്ടു. മതി എന്നെ പൊക്കിയത്. സ്മൃതി ദേ വരുന്നു അച്ഛാ. അജു, നിങ്ങൾ സംസാരിക്കുക, ഞാനിപ്പോ വരാം. ഡോക്ടർ ശരിക്കും ലക്കിയ. സ്മൃതി അവളൊരു പാവം കുട്ടിയാ. സ്നേഹിക്കാൻ മാത്രമേ അവൾക്കറിയൂ. പഠിക്കുന്ന സമയത്ത് എനിക്കാണെങ്കിൽ അവളോടൊരു മതി ചക്ക, നീ ഇനി വാ തുറന്ന നിന്റെ വായിൽ ഞാൻ പ്ലാസ്റ്റർ ഒട്ടിക്കും. ഡോക്ടറിന് എന്ത് പറ്റി? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ എങ്ങനെ പറയണം? കുറച്ച് നാളായി ഞാൻ നിന്നെ സഹിക്കുന്നു. നിന്നോട് ഞാൻ മര്യാദയ്ക്കൊരു കാര്യം പറയാം. ഇനി സ്മൃതിനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്ന പൊന്നു മോനെ, നീ എന്റെ സ്വഭാവം അറിയും. അവന്റെ ഒരു സ്മൃതി വിളി അവളെ ഇനി എന്റെ പെണ്ണ. ഡോക്ടർ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നീ ഒന്നും ഉദ്ദേശിക്കണ്ട. അവള് സുന്ദരിയാണോ അല്ലേന്നോ ഒക്കെ പറയാനായിട്ട് ഞാനുണ്ട്. ഇനി ഞാൻ പറഞ്ഞാ മതി. ഓക്കെ ഡോക്ടർ, എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. എന്നാ അജുമോൻ വിട്ടോ. ശരിയാണോ? നീ പോവാണോ? സ്മൃതി, ഞാൻ പോവാ. കുറച്ച് തിരക്കുണ്ട്. അജു, നീ ഒന്നും കഴിച്ചില്ലല്ലോ, കഴിച്ചിട്ട് പോടാ. എന്റെ സ്മൃതി, എനിക്ക് വയറ് നിറഞ്ഞു. അതെ, ഞാൻ പോവാ. ഇനി ഇവിടെ നിന്നാ എനിക്ക് ചിലപ്പോ പണി കിട്ടും. ഇവനിതെന്ത് പറ്റി? ഒന്നുമില്ലടോ, ഞാൻ അവന് വയറ് നിറയെ ബിരിയാണി കൊടുത്തിട്ടാ വിട്ടത്. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. മാധുരി, ഞാനിന്ന് കുക്കുവിനോട് പറഞ്ഞത് ഒരല്പം കൂടിപ്പോയോ? എനിക്കെന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട്. നെഞ്ചിൻ്റെ അകത്ത് എന്തോ ഒന്ന് കൊളുത്തി വലിക്കുന്ന പോലെ. അതെ, ഓരോന്നൊക്കെ എൻ്റെ വാവെ പറയുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഇനിയിപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഏട്ടനെ ഏട്ടത്തെയും പറഞ്ഞ പോലെ കുക്കുവിനോട് എനിക്ക് എന്താ ഇത്ര ദേഷ്യം? ബാംഗ്ലൂരിലും കാനഡയിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ആണും പെണ്ണും പരസ്പര സമ്മതത്തോടെ അവർക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാമെന്ന് പ്രസംഗിച്ച് നടന്ന ഞാൻ കുക്കുവിൻ്റെ കാര്യം വരുമ്പോൾ മാത്രമേ തന്നെ ഞാൻ അങ്ങനെ പ്രതികരിച്ചത്. പോസസീവ്നെസ്, 101% പോസസീവ്നെസ്. ഇത് നിനക്ക് പിടികിട്ടാൻ കുറച്ച് ടൈം എടുക്കും. നീ കുറെ വാങ്ങിച്ച് കൂട്ടും മോനെ. എന്തായാലും കുക്കുവിനോട് ഒരു സോറി പറയാമല്ലേ? ബെസ്റ്റ്. നീ അങ്ങോട്ട് ചെന്ന് കയറിക്കൊടുക്ക്. ഇനി ആ മല നീ പിടിച്ച അനങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, കൃത്തികയാ, മാധുരിയോ സ്മൃതിയോ അല്ല. ഓർത്തിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കും. കുരിശ്, എനിക്കിത് എന്തിന്റെ കേടായിരുന്നു? നിന്റെ അസുഖം എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോനെ നിരഞ്ജ. ഗുഡ് മോർണിംഗ് ഏട്ടത്തി. ഗുഡ് മോർണിംഗ് അനിയൻകുട്ടാ. അനിയൻകുട്ടൻ, അത് കൊള്ളാം. വിളി.
ഇനി എന്നെ അങ്ങനെ വിളിച്ചാൽ മതി. ഓ ആയിക്കോട്ടെ. അല്ല എന്താ രാവിലെ? ഏയ് ഒന്നുമില്ല, ഞാൻ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇറങ്ങിയതാ. ഓ ആണോ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ആ നീ എന്താ ഈ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല, ഞാൻ അങ്കിൾ ആന്റി എവിടെയാന്ന് നോക്കിയതാ. ആ അമ്മ അകത്തുണ്ട്, അച്ഛനും കുക്കും പുറത്തു പോയി. ആ ആണോ? ബാങ്കിൽ നിന്ന് ഓഡിറ്റിംഗ് ഉള്ളതുകൊണ്ട് അച്ഛൻ നേരത്തെ പോയി. ആ വഴി കുക്കുവിനെയും കോളേജിലാക്കാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. ആ ആണല്ലേ. ഉം. ആ എങ്കിൽ ശരി ഏട്ടതി, ഞാനങ്ങോട്ട്. ഓ ആയിക്കോട്ടെ. നിന്നെ ഞാൻ എടുത്തോളാം മോനെ നിരഞ്ജ. നീ വന്നത് എന്തിനാണെന്ന് ഏട്ടത്തേക്ക് കത്തി മോനെ. ഡാ നമുക്ക് ഇറങ്ങാം. ആ അച്ഛ ഇറങ്ങാം. നിന്റെ മുഖം എന്താടാ വല്ലാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല ഏട്ടാ. എങ്കി വാ, വന്ന് വണ്ടി എടുക്ക്. ഇന്ന് ഏട്ടനെടുക്ക്, എനിക്കെന്തോ ഡ്രൈവ് ചെയ്യാൻ മൂടില്ല. നിന്റെ മൂഡൗട്ടിന് കാരണം എനിക്കറിയാം മോനെ. നീ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായ എന്നോടാ നിന്റെ കളി. ശരിയാക്കി തരാം. ആഹാ, ആരിത്? അളിയനോ? ഇതെന്താ സീമ വരുന്ന കാര്യം നിങ്ങൾ അറിയിക്കാത്തത്? ആ അളിയ, അത് ഞങ്ങൾക്ക് വേറൊരു ആവശ്യത്തിന് വേണ്ടി ഇവിടെ അടുത്ത് വരെ വരണമായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് കൂടി കയറി എന്നേ ഉള്ളൂ. ആ എന്തായാലും സന്തോഷായി. അച്ഛാ എങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ, ഒപിക്ക് സമയമായി. ആ ശരി മക്കളെ. ആ അളിയ, പിന്നെ ആ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് എല്ലാം ഒന്ന് എടുത്തോണ്ട് വാ, ഒന്ന് ചെക്ക് ചെയ്യണം. ആ ഇപ്പൊ എടുത്തോണ്ട് വരാം. ദേ തിരിച്ചു പോകുന്ന വഴിക്ക് കുക്കുമോക്ക് ഗിഫ്റ്റ് വാങ്ങണേ. 4 ദിവസം കഴിഞ്ഞാൽ കൊച്ചിന്റെ ബർത്ത്ഡേ നിമ്മി പറഞ്ഞായിരുന്നു. ആ വാങ്ങിക്കാം സീമേ, നീ വാ. ഏട്ടാ ഒരു മിനിറ്റ്. ആ ഓക്കെ. ഹലോ മനു. ഡാ നിരഞ്ജ, മാധുരിയുടെ മരണത്തെക്കുറിച്ച് ചിലപ്പോൾ ചില ഇൻഫോർമേഷൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഡീറ്റെയിൽസ് ഞാൻ നോക്കിയിട്ട് പറയാം. ആടാ ഓക്കെ, ഞാൻ എൻ്റെതായ രീതിയിലൊന്ന് അന്വേഷിക്കാമെന്ന് ഓർത്തിട്ടാ. ആടാ എനിക്കറിയാം. ശരി എന്നാ, ഞാൻ എൻ്റെ ചീഫിനോട് സംസാരിച്ചിട്ട് നിന്നെ വിളിക്കാം. ഇപ്പം ഡ്യൂട്ടി ടൈമാണ്. ആ ശരി, ബൈഡാ. ആരാടാ വിളിച്ചേ? മനു ആയിട്ടാ, നമ്മുടെ ACP. ആ അവനോ? അവനിപ്പം ഗാസിയാബാദിലല്ലേ? ആ അതെ. എന്തിനാ വിളിച്ചേ? മാധുരിയുടെ ആക്സിഡന്റിനെ കുറിച്ച് ചില വിവരങ്ങൾ കിട്ടാൻ ചാൻസ് ഉണ്ട്, അത് പറയാനായിട്ട് വിളിച്ചതാ. നിരഞ്ജ. എന്താ ഏട്ടാ? വർഷം 3 കഴിഞ്ഞില്ലേടാ? ഇനിയെങ്കിലും നിനക്കെല്ലാം മറന്നൊരു പുതിയ ലൈഫ് മറന്നൂടെ നിനക്ക്? മറക്കാൻ വേണ്ടിയല്ല ഏട്ടാ ഞാൻ അവളെ സ്നേഹിച്ചത്. അവൾ എനിക്ക് ആരായിരുന്നെന്ന് ഏട്ടനറിയാവുന്നതല്ലേ. ഏട്ടത്തെ മറക്കാൻ ഏട്ടൻ ഇനി ആവൂ? അതുപോലെ എനിക്ക് കഴിയില്ല ഏട്ടാ. ശരീരം കൂടെ ഇല്ലാന്നേ ഉള്ളൂ, അവളുടെ മനസ്സെന്ന് എൻ്റെ കൂടെ ഉണ്ട്. അളിയ, ദാ ഇതാ ബാക്കി റെക്കോർഡ്സ്. ആ എല്ലാ റെക്കോർഡ്സും ഉണ്ടല്ലോ അല്ലേ? ആ ഉണ്ടല്ലയോ? ആ എങ്കിൽ ശരി, ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് എന്താന്നുള്ളത് അറിയിക്കാം. ആ ശരി അളിയ. എന്നാ സീമെ, കണക്കൊന്നും ടാലി ആവുന്നില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് വിശദമായിട്ട് നോക്കണം. തൽക്കാലം പിള്ളേരൊന്നും അറിയണ്ട. ആ ശരി ഏട്ടാ. കുക്കു ഒന്ന് നേരത്തെ പോയതുകൊണ്ട് സോറി പറയാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എനിക്കാണെങ്കിൽ നെഞ്ചിനകത്ത് എന്തോ വലിയ ഭാരം കയറ്റി വെച്ച പോലെ. ഡോക്ടർ ഓക്കെ അല്ലേ? യെസ് ഐ ആം ഓൾ റൈറ്റ്. നെക്സ്റ്റ് പേഷ്യൻ്റ് വിളിക്ക്. വൈകിട്ട് കുക്കുവിനെ പിക്ക് ചെയ്യാനൊന്ന് പോയാലോ? ഏയ് വേണ്ട, നട റോഡാണെന്ന് പോലും നോക്കാതെ അവിടെ ചിലപ്പോൾ എന്നെ ചവിട്ടും. ആ വീട്ടിലേക്കല്ലേ വരുന്നത്, നോക്കാം. ഇനി അവളോട് വഴക്കാനൊന്നും പോകണ്ട, കുറച്ച് നാളല്ലേ ഉള്ളൂ ഇവിടെ ഉണ്ടാവുള്ളൂ. ആ മഴപ്പാറ്റോട് ഇനി ഈ കൃതിക മിണ്ടൂല. എന്തൊക്കെയാ എൻ്റെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞത്? അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ, അതിൽ കൂടുതൽ ഒരു കൺസിഡറേഷൻ ഇനി അയക്കില്ല. കാർക്കോടകൻ. മീനാക്ഷിയോട് എന്ത് ചിരിച്ചു കളിച്ചാൽ മിണ്ടുന്നത്? എന്നോട് മാത്രമേ ഉള്ളൂ ഈ വേർതിരിവൊക്കെ. ഇനി നേരെ വന്ന് കൂട്ടി മിണ്ടിയാൽ പോലും ഞാൻ മിണ്ടൂല അയാളോട്. കുക്കുമോളെ. ആ എന്താ ചേച്ചി? നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. എന്തേ? എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എൻ്റെ ചേച്ചിക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഇത്രയ്ക്ക് മുഖം വരെ വേണോ? നീയും നിരഞ്ജനായിട്ട് എന്താ പ്രശ്നം? ഏയ് ഞങ്ങള് തമ്മിൽ എന്താ പ്രശ്നം? മോളെ, നിന്നെ ഞാനാ വളർത്തിയത്. നിന്റെ പെരുമാറ്റത്തിൽ വരുന്ന ഓരോ മാറ്റവും എനിക്ക് മനസ്സിലാവും. ചേച്ചി എന്തൊക്കെയാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് ശ്രദ്ധിക്കാം നിങ്ങളെ രണ്ടാളെ. നീ എന്തിനാ നിരഞ്ജനെ കാണുമ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? കണ്ടിട്ട് കാണാത്ത രീതിയിൽ. ഭക്ഷണം കഴിക്കാനിരുന്നാല് ഇത് തന്നെ അവസ്ഥ. അത് പിന്നെ ചേച്ചി, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല, എന്നാലും പറയാ. നീ ഇങ്ങനെ നിരഞ്ജന അവോയ്ഡ് ചെയ്യുന്നത് അവന് ശരിക്കും വിഷമാവുന്നുണ്ട്. നിന്നോടൊന്ന് മിണ്ടാനായിട്ട് അവൻ വെപ്രാളപ്പെട്ട് നടക്കുക. പാവമല്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അങ്ങേർക്ക് എപ്പോ വേണോ എന്ത് വേണോ വായി തുണിത് വിളിച്ചു പറയാം. ഇത്രയും ദിവസം ഞാൻ എല്ലാം കേട്ടു നിന്നു. ഇനി ഞാൻ മടുത്തു ചേച്ചി, എനിക്ക് വയ്യ. അങ്ങേരോട് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. മോളെ, ഞാൻ പറയുന്നതൊന്ന്.
ദേ ചേച്ചിയുടെ ഡോക്ടർ പയ്യൻ വിളിക്കുന്നുണ്ട്, ഫോൺ എടുക്ക്, ഇല്ലെങ്കിൽ ഇപ്പൊ പുള്ളിക്കാരൻ മതിൽ ചാടും. ഷോ, ഈ ഏട്ടനെ കൊണ്ട് ഞാനിപ്പോ വരാം മോളെ. മാധുരി, 3 ദിവസമായി ഞാൻ ആ മാക്രി തെളിച്ചിട്ട് പുറകെ നടക്കുന്നു. എന്നെ ഒന്ന് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഞാൻ ഒരുത്തൻ ഇവിടെയുള്ള വിവരം മറന്ന പോലെ അവളുടെ പെരുമാറ്റം. ഒന്ന് വഴക്ക് പറയാൻ വേണ്ടിയെങ്കിലും അവളൊന്ന് മിണ്ടിയാൽ മതിയായിരുന്നു. ഇതിപ്പോ എനിക്ക് ഊളംപാറയിൽ ഒരു ബെഡ് ബുക്ക് ചെയ്യേണ്ട അവസ്ഥയാ. പട്ട് പിടിക്കുക എനിക്ക്. ഓരോന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കണം മോനെ നിരഞ്ജ. പാലം കുലുങ്ങിയാലും കുക്കു കുലുങ്ങുന്നു തോന്നുന്നില്ല. നീ അതുകൊണ്ട് വെറുതെ നാണം കിടണ്ട. അതെ, എൻ്റെ വാവയാ, അല്ലാതെ മാതിരിയല്ല. ഓ, മടുത്തേട്ടാ, നടുവൊന്നും അനങ്ങുന്നില്ല. ഇന്ന് നിറയെ പേഷ്യൻസ് ഉണ്ടായിരുന്നു. ആ, എനിക്കും അതെ. ചെന്നിട്ടൊന്ന് കുളിച്ചാ മതി. ഇതാ സമയം എന്തായി? ആ, 3:30 കഴിഞ്ഞു. എന്താ ഏട്ടാ? അത് പിന്നെ കുക്കുവിന്റെ ക്ലാസ് കഴിഞ്ഞു കാണും. അവളെയും കൂട്ടാ നമുക്ക്. ആ, ശരി ഏട്ടാ. ആ ഡാ, നീ സ്മൃതി ഒന്ന് വിളിച്ച് ചോദിച്ചേ അവളുടെ ക്ലാസ് ഇപ്പൊ കഴിയുമെന്ന്. ഹലോ ഏട്ടത്തി. ആ അനിയൻകുട്ട, എന്താടാ? ഏട്ടത്തി, കുക്കുവിന്റെ ക്ലാസ് എപ്പോഴാ വിടുന്നേ? ഞങ്ങൾ ആ വഴി വരുമ്പം അവളെയും കൂടി കൂട്ടാൻ വേണ്ടിയാ. അയ്യോ, അവക്കിന്ന് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഉച്ച കഴിഞ്ഞപ്പോ സിദ്ധാർത്ഥ അവളെയും കൂട്ടി കറങ്ങാൻ പോയി. ഏ, ആര്? എപ്പോ? എന്താടാ, നിന്റെ ദേഷ്യം എന്നിട്ടിലും കേട്ടാ തോന്നുമല്ലോ നിന്റെ ഭാര്യയാണ് വേറൊരുത്തന്റെ കൂടെ പോയെന്ന്. ആ, അത് ഏട്ടത്തി, അവളങ്ങനെ ഒന്നും പോകാറില്ലല്ലോ, അപ്പം അതുകൊണ്ട് ചോദിച്ചതാ. അപ്പം ശരി എന്നാ. എന്താടാ, അവളെന്താ പറഞ്ഞേ? അത് പിന്നെ കുക്കുവിന് ഉച്ച കഴിഞ്ഞ് ക്ലാസ് ഇല്ലായിരുന്നു. അവള് സിദ്ധാർത്ഥിന്റെ കൂടെ കറങ്ങാൻ പോയിരുന്നു. ആ, അതെന്തായാലും നന്നായി. അവര് എൻഗേജ്മെന്റിന് മുമ്പ് പരസ്പരം ഒന്നും അടുത്തില്ല. ഇപ്പോഴെങ്കിലും പോട്ടെ, എല്ലാത്തിനും ലൈസൻസ് ആയല്ലോ. ഓ, ക്ലാസ് കഴിഞ്ഞാൽ വീട്ടിൽ വരണം, അല്ലാതെ കണ്ടവന്മാരുടെ കൂടെ. ഹലോ, അത് അവളെ കെട്ടാമോന്ന് ചെറുക്കനാ, അവന്റെ കൂടെ അവള് പോയത്. ഇത് നല്ല കൂത്ത്. ഓ, ഞാനൊന്നും പറയുന്നില്ല. അല്ലേല് തന്നെ എല്ലാരും തലയെ കയറ്റി വെച്ചേക്കുമല്ലേ ആ മരം കയറി. അയ്യോ, ഞങ്ങളുടെ സമയം കഴിഞ്ഞു. ഇനി സിദ്ധാർത്ഥാണ് അവളെ താഴത്തും തലയിലും വെക്കാതെ കൊണ്ട് നടക്കാൻ പോകുന്നത്. ആയിക്കോട്ടെ, എന്താന്ന് വെച്ചാ ആയിക്കോ. ഒരു കുദ്ധാർത്ത്. ഏത് നേരത്താണോ എന്തോ മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട് ഇതിനെയൊക്കെ കെട്ടിയെടുത്തത്. ഏത് നേരത്താണോ എന്തോ എനിക്ക് ഇങ്ങനെ മുന്നിൽ ചെന്ന് പെടാൻ തോന്നിയത്. കൃതിക, ഈശ്വര, ഈ കുരിശോ? ആ സിദ്ധാർത്ഥേട്ടാ. ഇതെന്താ ക്ലാസ് ഇല്ലേ? അത് ഇന്ന് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. ആണോ? ചെന്നിട്ട് എന്തെങ്കിലും തിരക്കുണ്ടോ? ഇല്ല. എന്തേ? എങ്കി വാ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. അയ്യോ, ഇപ്പോഴോ? ഇപ്പോഴെന്താ പ്രോബ്ലം? ഒന്നുമില്ലേലും ലൈസൻസ് ഉണ്ടല്ലോ. അത് വീട്ടില് അച്ഛനോട് ചോദിക്കാതെ. അത്രേ ഉള്ളോ? ഞാനിപ്പോ ചോദിക്കാം. ഹലോ അങ്കിൾ, സിദ്ധാർത്ഥാണ്. ആ മോനെ, പറ. അങ്കിൾ, ഞാനിവിടെ കോളേജ് ജംഗ്ഷനിൽ വന്നപ്പം കുക്കുവിനെ കണ്ടു. കോളേജ് കഴിഞ്ഞ് വീട്ടിൽ പോകാൻ നിൽക്കുമായിരുന്നു ആള്. ഞാൻ ഇയാളെയും കൂട്ടി ഒന്ന് കറങ്ങാൻ പോയിക്കോട്ടെ? ഈശ്വര, അച്ഛൻ സമ്മതിക്കില്ലേ? അതിനെന്താ മോനെ, പോയിട്ട് വാ. ഇരുട്ട് മുമ്പ് വീട്ടിലെത്തിച്ചേക്കണേ, അല്ലേല് അവളുടെ അമ്മ പ്രശ്നം ഉണ്ടാക്കും. ആ, അത് ഞാൻ ഏറ്റു. ശരി എന്നാ അങ്കിൾ. ആ മോനെ, എന്നാ ശരി. അനുവാദം കിട്ടി, ഇനി പോകാലോ. കുക്കു, താൻ എന്താ ആലോചിക്കുന്നത്? കോഫി കുടിക്കേ. ആ, കുടിക്കാം. അല്ല, തനിക്കെന്താ എന്നെ ഇഷ്ടമായില്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, അത് പിന്നെ സാധാരണ എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരു ഫോൺ വിളി, കറക്കം, ഇതൊക്കെ ഉള്ളതാ. പക്ഷെ തന്റെ ഭാഗത്തുനിന്ന് അതൊന്നും കണ്ടില്ല. ആ, അത് പിന്നെ ചമ്മലും ഉണ്ടാവുമല്ലേ? ആ, അതാ. കോഫി കുടിച്ചു കഴിഞ്ഞോ? എങ്കി വാ, നമുക്ക് ഇറങ്ങാം. ഓക്കെ. എത്ര നേരം സഹിക്കണം ദൈവമേ ഇത്. എനിക്കെന്താ ഇയാളോട് ഒരു തരത്തിൽ അറ്റാച്ച്മെന്റ് തോന്നാത്തത്? ആ മഴപ്പാറ്റയായി വഴക്കെങ്കിലും ഉണ്ടാക്കായിരുന്നു. പക്ഷെ ഇത് 5 മണിയായല്ലോ. കുക്കു വന്നോ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എന്താടാ നോക്കുന്നേ? ഏയ്, ഒന്നുമില്ല. ഞാനിങ്ങനെ വെറുതെ നടക്കാനായിട്ട്. ആയിക്കോട്ടെ. അവള് വന്നോന്നറിയാൻ എന്താ ഒരു വഴി? ആ കോന്തന്റെ കൂടെയല്ലേ അവള് പോയത്? ഐഡിയ. നിമ്മി ആന്റി, ആന്റി. ആ മോനെ, എന്താടാ? ആന്റി, കുക്കുവിനെ ഒന്ന് വിളിക്കോ? അവളുടെ ഫോണിന്റെ ചാർജർ തരുമെന്ന് ചോദിക്കാനായിരുന്നു. അവള് വന്നില്ല മോനെ, ഞാൻ ചാർജർ എടുത്തു തരാം. അപ്പോ കുരുപ്പ് വന്നില്ല ഇതുവരെ. സമയം എത്ര ആയല്ലോ? ഇവളിത് എവിടെ പോയി കിടക്കുക? ദാ മോനെ ചാർജർ. ആ, ചാർജർ കിട്ടി ആന്റി. എന്നാ ശരി, ഞാൻ പിന്നെ വരാം. ഇവനിതെന്തു പറ്റി? നിന്റെ ചാർജ് ഇപ്പൊ ഫുൾ ഇറങ്ങിപ്പോയെന്ന് എനിക്കറിയാം മോനെ അനിയൻകുട്ടാ. നിന്നെ ഞാൻ പിടിച്ചോളാം. 6:30 മണിയോ? സമയം ഇത്രയായി. ഇവക്കിതുവരെ വീട്ടിൽ കയറാറായില്ലേ? ഇങ്ങോട്ട് വരട്ടെ, വെച്ചിട്ടുണ്ട് ഞാൻ ആ പിശാചിന്.
മഴയും വരുന്നുണ്ട്. ഒന്ന് പോയി അന്വേഷിച്ചാലോ? അല്ലെങ്കിൽ കുറച്ചുകൂടെ നോക്കാം. ഏട്ടാ, എന്താടോ? ഏട്ടൻ ചാർജ് ഇറങ്ങിപ്പോയ ഫോൺ കണ്ടിട്ടുണ്ടോ? ഏ എന്തോ? ദാ ആ മുറ്റത്തൂടെ ഉലാത്തുന്ന ഫോൺ. താൻ എന്തോ ഈ പറയുന്നേ? നമ്മുടെ അനിയൻകുട്ടൻ മുട്ടയിടാൻ നടക്കുന്ന കോഴിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ടോ? ഇവനെന്തിനാ ഗേറ്റിന്റെ മുന്നിൽ പോയി നിൽക്കുന്നത്? അദ്ദേഹം മഴ കാത്തു നിൽക്കുന്ന വേഴാമ്പലാണിപ്പോ. എന്തുവാ താൻ ഈ മലയാള സാഹിത്യം നിർത്തി കാര്യം പറ. അവൻ കുക്കുവിനെ നോക്കി നിൽക്കുക എൻ്റെ ഏട്ടാ. നേരത്തെ അവള് വന്നോന്ന് അറിയാനായിട്ട് വീട്ടിൽ ചാർജർ ചോദിച്ചു വന്നായിരുന്നു. വൈകിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോ മുതൽ അവൻ ആ ഗേറ്റിന്റെ മുന്നില്. ഈ കോഴി മുട്ടയിടുവോ സ്മൃതി? ഇടാനും ഇടാതിരിക്കാനും ചാൻസ് ഉണ്ട്. സ്മൃതി ദാ വരുന്നു അമ്മ. ഹലോ, ആ ഞാൻ ആ റിപ്പോർട്ട്സ് നോക്കിയായിരുന്നു. അയാള് കാരണം ഞാൻ ഇന്ന് പെരുവഴിയായി. ഇനി കെട്ടിക്കഴിഞ്ഞാൽ എന്താവും സ്ഥിതി? ഒരു പൊട്ട വണ്ടിയും അതിന് പഞ്ചറാവാങ്ങേണ്ട നേരം. തല വേദനിക്കുന്നു, നടന്ന് നടന്ന് കാലം വേദനിക്കുന്നു. ആ മഴപ്പാറ്റ എങ്ങാനും അവിടെ കാണുമോ ആവോ? ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് പോകാനുള്ള കാലത്തെ വണ്ടി എവിടെയാണോ എന്തോ പാർക്ക് ചെയ്തേക്കുന്നത്. ഇന്നിങ്ങനെ എന്നെ കൊന്നു കൊല വിളിക്കും. നിക്കടി അവിടെ. എവിടെയായിരുന്നടി നീ ഇത്രയും നേരം? നേരെ എത്രയും വല്ല ബോധമുണ്ടോ നിനക്ക്? തോന്നുമ്പോ വന്ന് കയറി ഇതെന്താ സത്രോ? എവിടെയാടി നിന്റെ മറ്റവൻ നാറി? ഈ നേരത്താണ് ഒരു പെങ്കൊച്ചിനെ ഒറ്റയ്ക്ക് വിട്ടോ? നീ എന്താ വൈകിയത്? ഞാൻ എത്രമാത്രം ടെൻഷൻ അടിച്ചോന്ന് അറിയോ നിനക്ക്? അല്ല, ഇതൊന്നും നിനക്കറിയണ്ടല്ലോ. എന്നെ അവോയ്ഡ് ചെയ്ത് നടക്കുന്നത് ഇതുപോലെ തോന്നി സമയത്ത് വന്ന് കയറാനല്ലേ? നിന്നോടൊക്കെ സോറി പറയാൻ നടന്ന എന്നെ ആദ്യം തല്ലണം. നിന്നെ ഇന്ന് ഞാൻ കുക്കു